അമിത വണ്ണം കുറയ്ക്കാൻ ഗോവിന്ദച്ചാമി ഡയറ്റ് ഫലപ്രദമോ? അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത് ഏറ്റവും കൊടും ക്രിമിനലായ ഗോവിന്ദച്ചാമി എന്ന വ്യക്തി ജയിലിൽ ചാടിയത്. അപ്പോൾ അതിനു വേണ്ടി പുള്ളിക്കാരൻ ഒത്തിരി പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ മീഡിയയിൽ കൂടി നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിലൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് പുള്ളിക്കാരൻ ഒത്തിരി കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിച്ചു എന്നാണ് പല മീഡിയയിലും പറയുന്നത്. 1 2 3 4 5 6. പക്ഷെ ചപ്പാത്തി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമോ? നമുക്ക് ശാസ്ത്രീയവശം നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ചപ്പാത്തി, ഗോതമ്പ് മാവിച്ചുള്ള ചപ്പാത്തി, ഒരു മീഡിയം സൈസ് ചപ്പാത്തി എടുക്കുകയാണെങ്കിൽ അത് 1/2 കപ്പ് ബോയിൽഡ് റൈസിന് തുല്യമാണ്. അപ്പോൾ ചപ്പാത്തി എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. കാരണം വെച്ചാൽ അതിനകത്ത് ഷുഗർ തുല്യതകൾ ഉണ്ട്. ഗോവിന്ദച്ചാമി മിക്കവാറും ഈ പറഞ്ഞ ക്രാഷ് ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്തത്. ക്രാഷ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഭക്ഷണമേ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കുടിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കും വെയിറ്റ് കുറച്ച്. അതൊരു ഷോർട്ട് ടേമിന് ഉള്ള ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് ലോങ് ടേം ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അരി, ഗോതമ്പ്, റവ, മൈദ, സേമിയ ഇതുപോലത്തുള്ള ഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കണം. പൾസസ് എന്ന് പറയുമ്പോൾ പയർവർഗ്ഗങ്ങളുടെ പ്രോട്ടീൻസിൻ്റെ ഉപയോഗം കൂട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു വെയിറ്റ് ലോസ് നല്ല രീതിക്കുള്ളത് ലഭിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ക്രാഷ് ഡയറ്റുകൾ ഇതുപോലത്തുള്ളത് പരമാവധി ഒഴിവാക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.